Meet the editors. ചർച്ച തുടങ്ങുമ്പോഴുള്ള ചോദ്യം ഇതാണ്: നുണകൾ പൊളിയുമോ? ചർച്ച തുടങ്ങും മുമ്പ് നുണറായി എന്ന പദപ്രയോഗമോ നുണേശൻ എന്ന പദപ്രയോഗമോ റിപ്പോർട്ടിൻ്റെ എഡിറ്റോറിയൽ ടീം അംഗീകരിക്കുന്നില്ല. കാരണം വസ്തുതകൾ പറഞ്ഞ് വിമർശിക്കുകയാണ് വേണ്ടത്. പകരം വ്യക്തിഹത്യകൾ, അത് വി ഡി സതീശനെതിരെ നടത്തിയാലും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയാലും അതല്ല സംവാദത്തിൻ്റെ രീതി. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ആര് നുണ പറയുന്നു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നുണേശൻ എന്ന് വിളിക്കുക, നുണറായി എന്ന് വിളിക്കുക എന്നതൊക്കെ ഒരുപക്ഷെ ബിലോ ദ ബെൽറ്റാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ ചോദ്യം ഇതാണ്: നുണകൾ പൊളിയുമോ? സുനിൽ, നുണകൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൊളിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളാണല്ലോ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതൊക്കെ വിലയിരുത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയായിരിക്കും. ഏതായാലും ഇന്നിപ്പോൾ വി ഡി സതീശൻ ഈ സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് സംസ്ഥാന സർക്കാർ വീട് നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ആരോപണവും ഒപ്പം എൽ ഡി എഫിൻ്റെ അവകാശവാദവും ഇത് രണ്ടും ചോദ്യം ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ. അങ്ങനെ പുതിയൊരു ചർച്ചയ്ക്ക് കേരളത്തിൽ തുടക്കമിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ നേരത്തെ തന്നെ അവകാശപ്പെടുന്നുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചു എന്ന് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും വീടുകൾ നിർമ്മിച്ചിട്ടില്ല. ഏതാണ്ട് 4,000-ഓളം വീടുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അത് ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ രേഖയിൽ തന്നെ ഉണ്ട് എന്നൊക്കെയാണ് എൽ ഡി എഫ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടിയുമായിട്ടാണ് കൃത്യമായ നിയമസഭാ രേഖയുമായി ഇന്ന് വി ഡി സതീശൻ വരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ രേഖകളാണ്, നിയമസഭയിലെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് ഇന്ന് വി ഡി സതീശൻ ഈ മറുപടിക്കായി ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ ടി ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ 2017 മെയ് മാസം 16-ാം തീയതി നൽകിയ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രധാനമായും വി ഡി സതീശൻ ഉപയോഗിച്ചത്. അതിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,70,75,38 വീടുകൾ നിർമ്മിച്ചു എന്ന് കെ ടി ജലീൽ മറുപടി നൽകുന്നു എന്ന് വി ഡി സതീശൻ പറയുന്നു. രണ്ടാമത്തേത് പട്ടികജാതി വികസന വകുപ്പ് 24,887 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. പട്ടികവർഗ വികസന വകുപ്പ് 17,589 വീടുകൾ നിർമ്മിച്ച് നൽകി എന്ന് പറയുന്നു. അങ്ങനെ ഫിഷറീസ് വകുപ്പിൻ്റെ 40,000 വീടുകൾ, അങ്ങനെ എല്ലാം ചേർത്ത് ഏതാണ്ട് 4,43,000 വീടുകൾ എന്നാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇന്ന് വി ഡി സതീശൻ നിരത്തിയ കണക്കുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ അത് 4,58,000 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ 4,58,000 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. 2016 ജനുവരി 31 ഉമ്മൻചാണ്ടി നിയമസഭയിൽ, കേരള നിയമസഭയിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇതാണ്. ആ മറുപടിയിൽ ഉമ്മൻചാണ്ടി തന്നെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് മറുപടിയായി മറുപടിയായിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 3204 മറുപടിയായി ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് സുരക്ഷാ ഭവന പദ്ധതി. അങ്ങനെ സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം കേരളത്തിൽ 5 വർഷം കൊണ്ട് 698 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. തൊട്ട് താഴെ ലക്ഷം വീട് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 2,191 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. അങ്ങനെ 772 വീട്, അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് വീട് നിർമ്മിച്ച് നൽകി, അതിന് 74 വീട്, അങ്ങനെ എല്ലാം കൂട്ടി ഏതാണ്ട് 4,000-ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ നിയമസഭയിലെ ഒരു രേഖ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ രേഖയിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ആ മറുപടി നൽകിയ തീയതി എന്ന് പറയുന്നത് 2016 ഫെബ്രുവരി 24-നാണ്. 2016 ഫെബ്രുവരി 24-നാണ് ഉമ്മൻചാണ്ടി ഈ മറുപടി നിയമസഭയിൽ നൽകുന്നത്. രണ്ടാമത്തേത് മന്ത്രി കെ ടി ജലീൽ തന്നെ നൽകിയ മറുപടിയാണ്. കെ ടി ജലീൽ ഈ മറുപടി നൽകുന്നത് 2016 കെ ടി ജലീലിൻ്റെ ഈ മറുപടി എന്ന് പറയുന്നത് 2018 കെ ടി ജലീലിൻ്റെ 2017 മെയ് 16-ാം തീയതിയിലെ മറുപടിയാണ് ഇന്ന് വി ഡി സതീശൻ കോട്ട് ചെയ്തതെങ്കിൽ 2018 ജനുവരി 31 കെ ടി ജലീൽ തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകിയ ഒരു രേഖയുണ്ട്. ആ രേഖയുടെ
ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു ചോദ്യം, പ്രസ്തുത പദ്ധതി, അതായത് ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ ഏതെല്ലാമാണ്? അതിന്മേൽ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ എത്ര ഭവനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്? അതായത് വർഷം, ജില്ല തിരിച്ച് വിശദാംശങ്ങൾ നൽകാമോ? അതിനുള്ള മറുപടിയാണ് EMS ഭവന പദ്ധതി, ആശ്രയ ഭവന പദ്ധതി, പഞ്ചായത്തുകളുടെ ഭവന പദ്ധതി, അങ്ങനെ തുടങ്ങി സംസ്ഥാന സർക്കാരിന് കീഴിൽ എന്തെല്ലാം ഭവന പദ്ധതികളുണ്ടോ, അതിപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കീഴിലായിക്കോട്ടെ, ഫിഷറീസ് വിഭാഗത്തിന് കീഴിലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ ഭവന പദ്ധതികളും ചേർത്ത് 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 1,87,667 വീടുകൾ നിർമ്മിച്ചു എന്ന് ആരാണ് പറയുന്നത്? KT ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന KT ജലീൽ 2018 നൽകിയ മറുപടിയാണ്. 2017 നൽകിയ മറുപടിയാണ് ഇന്ന് VD സതീശൻ കോട്ട് ചെയ്ത്. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു പിശകാണ് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2017 ബജറ്റിനൊപ്പം സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു, ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. അത് 4,29,214 വീടുകൾ നിർമ്മിക്കും എന്ന് ആ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു. അതിൽ താഴെ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ടോട്ടൽ ഹൗസസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ് 2,65,863 എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ രേഖപ്പെടുത്തിയതിലെന്തോ ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിയമസഭയിലെ തന്നെ 2018 ഏറ്റവും ലേറ്റസ്റ്റ് ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് 1,87,000 വീടുകൾ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ EMS ഭവന പദ്ധതി എന്നുകൂടിയുണ്ട്. അതായത് 2006 തുടങ്ങിയ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് 2009 EMS ഭവന പദ്ധതി തുടങ്ങിയിരുന്നു. ആ ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യത്തെ 2 വർഷത്തിലാണ്. അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കണക്ക് വരുന്നത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയൊരു ആശയക്കുഴപ്പമുണ്ട്, ഒരു സംശയവും വേണ്ട. ഈ രേഖകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ VD സതീശൻ അവകാശപ്പെടുന്നത് പോലെ 4 ലക്ഷത്തിലധികം 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് കിട്ടിയെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 5 ലക്ഷത്തോളം വീടുകൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, തുടരുന്ന LDF സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചു എന്നതിന് ആശയക്കുഴപ്പങ്ങളില്ലാത്ത രീതിയിലുള്ള വസ്തുത സർക്കാരിൻ്റെ പക്കലുണ്ട്. അതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഇന്നിപ്പോൾ VD സതീശൻ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്, നമ്മളിപ്പോൾ നുണകൾ പൊളിയുമോ എന്നാണുള്ള ചോദ്യം, അത് വയനാട്ടിലെ വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. VD സതീശൻ ഇന്നലെ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് വയനാട്ടിൽ വീടുകൾ നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ദുരന്തബാധിതർക്കായുള്ള വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു തുടങ്ങി, അവിടെ എല്ലാ പണികളും ആരംഭിച്ചു എന്ന് VD സതീശൻ പറയുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ വയനാട്ടിൽ പോയി അവിടെ ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവിടെ ഒരു തരിശു ഭൂമി മാത്രമേ കാണാനുള്ളൂ, അവിടെ ഒരു നിർമ്മാണവും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ആ പ്രദേശത്തേക്ക് ആളുകൾ കയറാതിരിക്കാൻ ചുറ്റിൽ ഒരു വേലിയൊക്കെ തീർത്തതിനപ്പുറത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയമാണ് ഡീലുമായി ബന്ധപ്പെട്ടത്. ഡീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും അപഹാസ്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടി കടിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പാർട്ടികൾ മാറുന്നത് ഒട്ടും ഒരു ശുഭസൂചനയല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയ ആ നിമിഷം മുതൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. എത്രത്തോളം അപഹാസ്യമാണെന്ന് നോക്കൂ. ആദ്യം പാലക്കാട്ട് ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നു, ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട്. അതായത് ഈ CPM BJP ഡീൽ എന്ന് പറയുന്നു. ആ ഡീൽ നടന്നാൽ കേരളത്തിൽ BJP വിജയിക്കാൻ പോകുന്നു, BJP ഇതാ CPM വിജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആരോപണം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ ഇതാ CPM SDPI ഡീൽ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു.
പറയുന്നു. അപ്പം ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മറുപടി പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കേട്ടത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് KC വേണുഗോപാലിൻ്റെ മറുപടി. ഏതാണ്ട് അതിന് സമാനമായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നത്. അപ്പം വോട്ട് SDP സംബന്ധിച്ചിടത്തോളം വോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം വോട്ട് കച്ചവടം എന്നുള്ള ഞങ്ങളുടെ വോട്ട് വേണോ എന്ന് SDPI ചോദിച്ചു നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റും. അത് ആരും വേണ്ടാന്നും പറയുന്നില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൻ്റെ പേരിൽ നടക്കുന്ന, അത് ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡ്രാമയും അപഹാസ്യമാണ്. ഏതായാലും നുണകൾ ആരുടെ നുണയാണ്, ആരുടെ സത്യമാണ് വിജയിക്കുക എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ള കാര്യമാണ്. നുണകൾ പൊളിയുമോ എന്നാണ് ചോദ്യം. സ്മൃതി, നുണകൾ പൊളിയുമോ? നുണകൾ പൊളിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം നോക്കുമ്പോൾ ഇവിടെ വികസനം ഒരു പ്രൊപ്പഗാൻഡയാവുകയാണ്. അത് ഒരു PR കൊണ്ട് വിജയിക്കാനാകുമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം പൊതുവെ പ്രകടമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. PR വളരെ വേഗത്തിലാണ്. നമ്മൾ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഓരോ കിലോമീറ്ററിനടുത്ത് അകത്ത് തന്നെ എത്ര ഹോർഡിങ്ങുകളാണ്. ആ ഹോർഡിങ്ങളിലെല്ലാം ഒറ്റ മുഖമേ ഉള്ളൂ. ഒറ്റ മുഖം ഇവിടെ വികസനത്തിൻ്റെ മുഖമായി മാറുകയാണ്. അത് പിണറായി വിജയൻ്റെ മുഖമാണ്. കേന്ദ്രത്തിലൊക്കെ ആണെങ്കിൽ മോദിയുടെ മുഖമാണ്. അപ്പോൾ രണ്ട് മുഖങ്ങളാണ് വികസനവുമായി ബന്ധപ്പെട്ട മുഖം. ഇനി വികസനവും പൊതുക്ഷേമവും എല്ലാം തന്നെ ഒരു ഔദാര്യം എന്ന രൂപത്തിൽ അവതരിപ്പിക്കും. ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു തമ്പ്രാനും അടിയാളരും ഭാവത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ അതാണ് അത് കാണുന്ന ആൾക്ക് തോന്നുക. ആ രൂപത്തിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഒരു സമീപനം ഈ കുറച്ചു കാലമായി നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രേഖകളുടെ കാര്യം സുനിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 5 വർഷത്തെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ കണക്ക്. 5 വർഷം കൊണ്ട് നിർമ്മിച്ച കണക്കാണ് ഈ പറയുന്നത്. അപ്പുറത്ത് 10 വർഷത്തെയാണ് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർ ഭരണം കൂടി ചേർത്തിട്ടാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അന്നത്തെ കാലത്ത് UDFിൻ്റെ കാലത്ത് ഭവന പദ്ധതികൾ വിവിധ വകുപ്പുകളുടെ കീഴിലാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ ഇന്ദിരാ ആവാസ് യോജനയുണ്ട്, SC/ST വകുപ്പിൻ്റെ കീഴിൽ ഭവന പദ്ധതിയുണ്ട്, ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഭവന പദ്ധതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുമുണ്ട് സാഫല്യം, സുരക്ഷാ ഭവന പദ്ധതി. ഇത് അങ്ങനെ പല പദ്ധതികളായി പല വകുപ്പുകളിലായി ചിതറിക്കിടക്കുകയായിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് LDF വന്നപ്പോൾ ലൈഫ് മിഷൻ വന്നത്. അപ്പോൾ ലൈഫ് മിഷനിൽ എല്ലാം ഏകീകരിച്ചിട്ടാണ്. അപ്പോൾ അത് ഒറ്റ ഇതിൽ പറയാൻ പറ്റും. മറ്റേതങ്ങനെയല്ല, വിവിധ വകുപ്പുകളിൽ പറയണം. അപ്പോൾ അതിൽ ഒരു കണക്ക് മാത്രം എടുത്തുകൊണ്ട്, ഉമ്മൻചാണ്ടി നൽകിയ ഒരു മറുപടി മാത്രം എടുത്തുകൊണ്ട് ഈ 4000 വീട് എന്ന പരിഹാസമാണ് ചൊല്ലിയത്. 5 വർഷത്തിൽ 4000 വീട്. അപ്പോൾ അത് എത്ര വലിയ ആരോപണവും എത്ര ചെറിയ കണക്കുമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ കൃത്യമായിട്ടും എത്ര വീടുകൾ നിർമ്മിച്ചു എന്നുള്ളതും അവസാനമായ കണക്കിൽ പറയുന്നുണ്ടല്ലോ. 4,58,976. ആ കണക്കുകൾ പറയുന്നത് ഈ സഭാരേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. LDFിലെ മന്ത്രിമാർ തന്നെ പറഞ്ഞ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി? സർക്കാർ പദ്ധതികളിലൂടെ കഴിഞ്ഞ 5 വർഷം. ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. UDFിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ വകുപ്പാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും 5 വർഷം കൊണ്ട് 4000 വീടെല്ലാം നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറ്റു കണക്കുകളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ കണക്കുകൾ അവിടെ ഉള്ളതാണല്ലോ. ആ കണക്കുകൾ പറഞ്ഞിരിക്കുന്ന LDF കാലത്തെ മന്ത്രിമാർ ധാരണയാണ്. AK ബാലനും KT ജല്ലുമാണല്ലോ കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു. ഇനി അടുത്തത്, നമുക്കറിയാം ഓരോ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിഴിഞ്ഞത്തിൽ 4000 കോടിയുടെ അഴിമതി എന്നല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത്. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുന്നു, കോൺഗ്രസിനെ ഒഴിവാക്കുന്നു. ഇതൊക്കെ തന്നെയും എന്നിട്ട് അതിൽ അദാനിയുടെ മകൻ അദാനി ഗ്രൂപ്പ് അതിൽ നന്ദി പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇനി ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അതൊരു കാലത്ത് ഭൂമിക്കടിയിലെ ബോംബായിരുന്നു, ഇപ്പോൾ ഗെയിൽ പദ്ധതി ഞങ്ങളുടെ ക്രെഡിറ്റായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ വയനാട്ടിലെ വീടുകളാണല്ലോ. ഇന്നൊരു പ്രഹസന സമരം കണ്ടു. പ്രഹസന സമരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറയുന്നതും സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നുള്ളതും രണ്ട് കാര്യമാണ്. സർക്കാരിനാണ് ഉത്തരവാദിത്തം. രാഷ്ട്രീയ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ നിർമ്മിച്ചു നൽകിയാൽ അവരത് ജനങ്ങളോട് ചെയ്യുന്ന കടമ, അത് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് അതിലൊരു കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. സണ്ണി ജോസഫ് നമ്മുടെ തന്നെ നേതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒരുമിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് പണം വന്നിട്ടുള്ളത്. ജോയിന്റ് അക്കൗണ്ടാണ്. ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നൽകിയ തുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രയെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, പറഞ്ഞു 20 ലക്ഷം ആദ്യം പറഞ്ഞു. എന്തായാലും തുക വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിർമ്മാണം നടന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല, നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു. അത് ഒരു കാഴ്ചയാണ്. അപ്പോൾ കോൺഗ്രസ് നിർമ്മിച്ച് നൽകാത്ത വീടിനെ ചൊല്ലി
DYFI അവിടെ എന്തിനാണ് ഒരു പ്രഹസന സമരം അവിടെ കൊടികുത്തി കാണിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ഒരു അശ്ലീല സമരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ ഈ നിർമ്മാണം എത്രയാണ്? 178 വീടുകളാണല്ലോ കൈമാറിയത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് തന്നെ മാർച്ച് 1 വളരെ വേഗത്തിൽ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും താക്കോൽ നൽകുകയും ചെയ്യുന്നു. 178 വീടുകൾ. ആ 178 വീടുകൾ പൂർണ്ണമായിട്ടുണ്ടോ? വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ അവിടേക്ക് ആർക്കും താമസിക്കാൻ കഴിയില്ല. ആ പണി പൂർത്തിയായിട്ടില്ല. ഈ ഈ ഈ മാർച്ച് ഈ പറഞ്ഞ സമയത്തിന് മുമ്പ് വളരെയധികം നിരവധി തൊഴിലാളികൾ അവിടെ പണിയെടുത്തിരുന്നു. ആ തൊഴിലാളികൾ ഒരു 2300ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു വളരെ വേഗത്തിൽ. അതായത് ആ താക്കോൽ കൈമാറുന്നതിന് മുമ്പ്. ആ കൈമാറ്റത്തിന് ശേഷം തൊഴിലാളികളുടെ എണ്ണം അങ്ങോട്ട് വെട്ടിക്കുറച്ചു. ഇപ്പോൾ അത്ര പേരില്ല. വേറെ 4 സോണുകളിലും വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതും വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ, അതാണല്ലോ ഏപ്രിൽ അവസാനം തന്നെ മുഴുവൻ വീടുകളും, അതായത് ഈ മുഴുവൻ വീടുകളും കൊടുക്കുമെന്നാണ്. 410 വീടുകളും ഈ മാർച്ച് മഴയ്ക്ക് മുൻപ് നൽകുമെന്നാണ്. മഴയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ മെയിന് മുൻപ് നൽകുമെന്നാണ് പറഞ്ഞത്. അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പറയുന്ന കറൻറ്റും വെള്ളവും ഒക്കെ തന്നെ കൊടുത്തു കഴിയാതെ ഈ 178 വീടുകളിലേക്കും ആളുകൾക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളിലും റവന്യൂ മന്ത്രി പറഞ്ഞത് 1 മാസം, അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്കും ഈ ഉദ്ഘാടനം ഈ താക്കോൽ കൈമാറിയിട്ട് 1 മാസം ആവുകയാണ്. അപ്പോൾ ഈ വീട് കിട്ടിയവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെന്നേ. അവരിപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ വേഗത്തിൽ ഒരു 178 വീട് ഒരു പ്രതീതി സൃഷ്ടിക്കണം, ഞങ്ങളിതാ വീട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. എത്ര തുക അവിടേക്ക് കിട്ടിയിട്ടുണ്ട്? 774 കോടി രൂപ ജനങ്ങളുടെ സംഭാവനയായി കിട്ടിയിട്ടുണ്ടല്ലോ. കേന്ദ്ര ഫണ്ട് വേറെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ 176 വീടുകൾക്ക് എത്ര തുക ചെലവായിട്ടുണ്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ തുക എവിടെയുണ്ട്? അപ്പോൾ വേഗം അതിൽ കുറയുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഇനി ഡീലുമായി ബന്ധപ്പെട്ടാണല്ലോ. SDP വോട്ടുമായി ബന്ധപ്പെട്ട് SDP വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. SDP വോട്ട് കോൺഗ്രസിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്, UDF മുമ്പ് കിട്ടിയിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ട. ഇന്നിപ്പോൾ അതാണല്ലോ കാരണം. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. SDP വോട്ട് കൊണ്ട് ജയിച്ചിരിക്കുന്നു, ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന യുവ നേതാക്കളെ ഇപ്പോൾ കാണുന്നില്ല. അവരെവിടെ പോയി എന്ന് എനിക്ക് റഹീമിനെ ഒന്ന് കാണണമെന്ന്. റഹീമിന്റെ പ്രതികരണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? SDP ഇപ്പോൾ പറയുന്നു തുടർ ഭരണത്തിന് പറ്റിയ സാഹചര്യമാണെന്ന് പറയുന്നു. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇങ്ങനെ ഒഴികഴിവ് പറയുന്നുണ്ട്. അപ്പുറത്ത് ഇന്ന് എൻ്റെ ചർച്ചയിൽ CPM പ്രതിനിധിയും അദ്ദേഹം ഈ പറഞ്ഞ PDPയുടെ സംസ്ഥാന അധ്യക്ഷനുമാണല്ലോ ഉണ്ടായത്, പ്രകാശ് മാഷ് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിനോട് SDP വോട്ട് വേണ്ട എന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ലെന്ന്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എത്ര രോഷാകുലനായിട്ടാണ് പ്രതികരിച്ചത് നമ്മൾ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ ചോദിക്കുന്ന ആൾക്ക് വേറെ എന്തോ അജണ്ടയുണ്ട് എന്ന മട്ടിൽ പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി നൽകിയിട്ടില്ല. SDP വോട്ട് അവരുടെ ഇഷ്ടത്തിന് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന് നിങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനറൽ സെക്രട്ടറിയുടെ വാദമാണല്ലോ. ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നല്ലോ അവരൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല. ഇന്ന് അദ്ദേഹം പറയുന്നത് വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആ കയ്യിൽ പിടിച്ചിട്ട് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ആ കാര്യത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് വോട്ട് അത് ചോദിച്ചു, മാധ്യമങ്ങൾ ചോദിക്കുകയാണ് SDP വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം എന്നതല്ല മറുപടി. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണമെന്നേ. അത് വർഗീയ സംഘടനയാണ്. വർഗീയ സംഘടനയുടെ വോട്ട് വേണ്ട എന്നാണെങ്കിൽ അത് പറയണം. ഇന്നലെ ഏറ്റവും ഗുരുതരമായ കാര്യം ഞാൻ പെറ്റ മകനെ എന്നുള്ള പാട്ട് അല്ലേ, നമ്മൾ കേട്ടതാണ്, പാട്ടല്ല, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതൊരു കാലങ്ങളിൽ എത്രത്തോളം CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് പല തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്തിട്ടുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഇന്ന് ആ വിഷയം അത് ഓർമ്മിപ്പിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ആര്യാടനുമായിട്ടും പിന്നീട് കൈകോർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറുപടി ക്ലിയർ ആണെന്നേ. ആര്യാടൻ, അതായത് സഖാവ് കുഞ്ഞാലി കൊലക്കേസിൽ പ്രതിയായിരുന്ന ആര്യാടനുമായിട്ട് പിന്നീട് ഒരു സഹകരിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആൻസർ ക്ലിയർ ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് SDP വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. കാലാകാലങ്ങൾ ഓരോ കാലത്ത് ഓരോ തരത്തിലുള്ള തീരുമാനമെടുക്കാമെന്നത് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ആൻസർ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞത് വോട്ട്, അതായത് പറഞ്ഞത് ഈ KC വേണുഗോപാലിനുമായി ബന്ധപ്പെട്ട് അഭിമന്യുയുടെ കേസിൽ ഞാൻ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന് വോട്ട് വാങ്ങിയിട്ട് ഈ തവണ ഞാൻ പൂർത്തിയാക്കട്ടെ. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ഈ പറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് SDP വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല. SDP വോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, SDP വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. SDP വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുമ്പോഴാണ് 18,840 വോട്ട് അതാണോ എന്ന സംശയമുള്ളത്. അപ്പോൾ അതല്ലാതെ CPM അപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ വാദം പറഞ്ഞവരാണ് അതിൽ മറുപടി പറയേണ്ടത്.
ഇത്രയും വർഗീയ വോട്ടെന്ന് പറയുന്നത് ഈ വർഗീയവാദികളുമായിട്ട് സഹകരിക്കൂ, എന്താ കഥ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ആ വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ രൂപത്തിലാണ്. ഞങ്ങൾ ആരാരുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അഭിമന്യൊക്കെ ഓർമ്മയായെന്നേ. അതാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ഇതാണ് ഈ കാഴ്ച. അപ്പോൾ നുണപ്രയോഗം എന്ന്, ഈ രാഷ്ട്രീയത്തിൽ നുണപ്രയോഗം എന്ന് തന്നെ വളരെ മോശമായ പ്രയോഗമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കാരണം അവരവരുടെ ഒരു ന്യായം പറയുന്നു, അത് രാഷ്ട്രീയത്തിലെ ചില തന്ത്രങ്ങളാണ്. പച്ച നുണ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ, നുണയൻ എന്ന് വിളിക്കുമ്പോൾ അത് രാഷ്ട്രീയ മര്യാദകേടാണ്. നമ്മളിവിടെ മുമ്പ് കെ ശൈലജയെ ബന്ധപ്പെട്ട കെ ശൈലജയെ കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞതിനെ അതിരൂക്ഷമായി പ്രതികരിച്ചില്ല. മോശം പ്രയോഗങ്ങൾ, വ്യക്തിഹത്യ എന്നുള്ളതല്ല, വ്യക്തിയല്ല, ഏത് വ്യക്തിയായാലും ഏതൊരു നേതാക്കളുടെ കൂട്ടമായാലും നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക. അതിപ്പോൾ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലല്ല, എന്റെ സംശയമല്ല, വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ, കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, നുണ എന്ന വാക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, ഓരോ കാലത്തും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. 2006 പോയി 2006 പരിപാടിയെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതിലെടുക്കുന്ന സമയമുണ്ട്. അതൊരു നുണയാന്ന് പറയണ്ട. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ കേട്ടോ. നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾ അതാ 2003 കാര്യം പറയണം, 2005 കാര്യം പറയണം, അത് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എടുക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചില്ല. വയനാടിന്റെ കാര്യം പറയൂ. വയനാട് നമ്മുടെ മുന്നിൽ നോക്കൂ, എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു. അല്ലെ, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ വിളിച്ച് ചോദിച്ച് അറിയാവുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല പറയാ. ഒന്നാമത്തെ കാര്യം, അതിനുള്ള അബദ്ധം പറ്റിയതാണോ പറയുന്ന കേൾക്കൂ. ഞാൻ പറയുന്ന പൂർത്തിയാക്കട്ടെ. അതായത് ഭൂമി വാങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ. ഭൂമി വാങ്ങിയിട്ട് അതുവരെ വാങ്ങിയിട്ടില്ല എന്ന പ്രശ്നമായിരുന്നു. ഫണ്ട് മുഴുവൻ കിട്ടിയോ എന്നുള്ള പ്രശ്നമായിരുന്നു. പൈസ കിട്ടി, ഭൂമി വാങ്ങി. ഭൂമിയുടെ അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലോ എന്ന് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നേ. അതങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ എന്ന് വെച്ചാൽ കല്ലിട്ടു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. ഡോക്ടർ അരുൺ, എനിക്ക് ഇത്രേ പറയുള്ളൂ. കോൺഗ്രസും സ്വയം വിമർശനം നടത്തേണ്ടതാണ്. ഒരു മിനിറ്റ്, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. 178 വീടുകൾക്ക് കറന്റും വെള്ളം കൊടുക്കാതെ ഞങ്ങളതാ വീട് നിർമ്മിച്ച് നൽകി. ഇന്ന് പോലും അതവിടെ വന്ന് റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങ് മറുപടി പറഞ്ഞോളൂ. അങ്ങ് അവരുടെ ന്യായം പറഞ്ഞോളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു സർക്കാർ നിർമ്മിച്ചു നൽകുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു നൽകുന്നതും തമ്മിലുള്ള ഉത്തരവാദിത്തത്തിൽ ഒരു താരതമ്യവും ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. സർക്കാരാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന സർക്കാരാണ് ദുരന്ത ബാധിത. അവിടെ 774 കോടി നമ്മളെ കൊടുത്ത പൈസ, നമ്മൾ കൊടുത്ത പൈസ 774 അവിടെ കൊടുത്തിട്ട് കോൺഗ്രസ് ആയിട്ട് പിരിച്ചതാണ്. ഡിവൈഎഫ്ഐക്കാരെ പിരിക്കുന്ന ആ പൈസ എന്റേതാണെന്ന് ഞാൻ പറയില്ല. ബക്കറ്റ് പിരിവായിട്ട് ഞാൻ എന്റെ പൈസ എന്ന് പറയില്ല. താല്പര്യമുള്ളവർ കൊടുക്കുന്നു. കോൺഗ്രസ് പൊതുപണമാണല്ലോ പിരിച്ചത്. ആ പൊതുപണം പിരിച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കാണണമല്ലോ. എനിക്കോ സ്മൃതിക്കോ ഇന്നേ വരെ ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താ പറഞ്ഞത്? സ്മൃതിയുടെ അഭിമുഖത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? അത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് എന്ന്. നിങ്ങൾ ലീഗിന്റെ അക്കൗണ്ടിനെ കുറിച്ച് ചോദിച്ചില്ല. വീട് വെച്ചു. ലീഗിന്റെ കാര്യത്തിൽ ലീഗ് വീട് വെച്ചു, അവിടെ ആള് താമസം തുടങ്ങി. കോൺഗ്രസ് പൈസ വാങ്ങി അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അയൽവാസി പറയുന്നു. ആ സ്ഥലത്ത് അവിടെ റോഡ് നിർമ്മിക്കാൻ കുറച്ച് മെറ്റൽ കൊണ്ടിട്ടു. അതും കോൺഗ്രസിന്റെ മെറ്റൽ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് നിരപ്പാക്കി മൈതാനം പോലെ കിടക്കുന്നു. അതാണ് വാസ്തവം. എന്നിട്ട് വീട് നിർമ്മാണം തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്നോടല്ലേ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ നുണ എന്ന പ്രയോഗം ആർക്കെതിരെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പൂർത്തിയാക്കട്ടെ. അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, അസത്യം എന്നൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. ഇല്ല, അത് അദ്ദേഹം വീടിനെ കുറിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിച്ചു എന്നൊന്നും പറഞ്ഞു ഞാൻ
നിർമ്മാണം തുടങ്ങി പ്രവർത്തനം തുടങ്ങി എന്ന് പറയും. നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. കല്ലിട്ടാൽ തന്നെ ഒരു പ്രവർത്തനം തുടങ്ങലാണ് അല്ലേ? ആ പ്രവർത്തനം തുടങ്ങി. അതിന്റെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുമെന്നുള്ളത് നമ്മുടെ നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ആദ്യം ആ കറന്റും വെള്ളം കൊടുത്തിട്ടാണ് ആൾക്കാരെ ആ ഓരോ വീട്ടിലും ഞാൻ പോയി 178 വീടുകളിലെ ആളുകളുടെ പ്രതികരണം കൊടുത്തു. അതങ്ങ് കണ്ടു, ഞാൻ കണ്ടു. അവർക്ക് അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. അവർക്കേ വെള്ളമില്ല. എന്താ ഈ പറയുന്നത്? വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ കറണ്ട് വെള്ളം അവിടെ കിട്ടി തുടങ്ങിയില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി 100% ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ പോയ വീട്ടിൽ വെള്ളമുണ്ട്, ഞാൻ പോയ വീട്ടിൽ കറണ്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ ലൈനുകളിലേക്കും വലിച്ചു തീർക്കാൻ ഇനി ഒരു 10 ദിവസം കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ വിഷുവിന് മുമ്പ് പൂർണ്ണമായും പൂർത്തിയാക്കാൻ പറ്റും. അതാണ് 1 മാസം കൊണ്ട് ബാക്കി പ്രവർത്തനം പൂർത്തിയാക്കും. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നറിയാമോ? അവിടെ നടക്കുന്ന ചുറ്റുമതിലിന്റെ നിർമ്മാണമാണ് ഈ 178ന്റെ. വീടിനുള്ളിൽ ഒരു പണിയും ബാക്കിയില്ല. എനിക്ക് അങ്ങയുടെ പ്രതികരണമല്ല, എനിക്ക് അവിടെ നേരിട്ടല്ല, ഞാൻ ഈ വീട് ആയിക്കോട്ടെ, അങ്ങ് കണ്ടോട്ടെ. ഞാൻ വീട് കിട്ടിയ ആളുടെ പ്രതികരണമാണ് പറയുന്നത്. ഞാൻ വീട് കിട്ടിയ ആളുടെ പ്രതികരണമാണ്. ശരി, അങ്ങ് ഏതെങ്കിലും സഖാവിന്റെ പ്രതികരണം എടുത്ത് അങ്ങ് ആയിക്കോട്ടെ. അങ്ങനെ അധിക്ഷേപിക്കരുത്. ദുരന്തബാധിതരായ മനുഷ്യനാണ്. ദുരന്തബാധിത മനുഷ്യൻ പറഞ്ഞാണ് ഞാൻ സ്ത്രീ പറഞ്ഞാണ് ഞാൻ വളരെ സംതൃപ്തരാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ആ സംതൃപ്തി വോട്ടാക്കൂ. നിങ്ങൾ പറയൂ. അത് തന്നെയാണ് മാർച്ച് 1 മനസാക്ഷിരഹിതമായി നമ്മൾ സംസാരിക്കരുത്. മനുഷ്യരെ അവിടെ കൊണ്ടുവന്ന് മാതൃകാപരമായ ഒരു പദ്ധതി. സ്മൃതിക്കറിയോ, വീട് മാത്രമല്ല, 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ അടക്കമാണ്. അവിടെ ഒരു കബോർഡിരിപ്പുണ്ട്. അത് കൂടാതെ 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ അടക്കം. ശരിയാണ്. ബാക്കിയുള്ള 178 വീടുകളിലും ചുറ്റുമതിലോടുകൂടി 100% പൂർത്തിയാക്കാൻ ഇനി ഒരാഴ്ച കൂടി സമയമെടുക്കുമെന്ന് പറയുന്നു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ്. നിലവിൽ ഈ നിമിഷം വരെയും അവിടെയുള്ള ഒരാളും അതിന് അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവിടെയുള്ള ഒരാളുടെ അസംതൃപ്തിയാണ് കണ്ടത്. ആ അസംതൃപ്തിയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് ശേഷം വരട്ടെ. അല്ല, ഒരു മിനിറ്റ്, ഒറ്റ കാര്യമുള്ളൂ. എന്തറിയോ, ഈ പാർട്ടിയുടേതായ ഫോറം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊണ്ടേ പൈസ കൊടുക്കണ്ട, സർക്കാരിന്റെ കയ്യിൽ പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ KPCC പൈസ പിരിച്ചു കേട്ടോ. അന്നത്തെ KPCC പ്രസിഡന്റായ K. സുധാകരൻ പറഞ്ഞാണ് പാർട്ടിയുടേതായ ഫോറം ഉണ്ട്, അതിൽ കൊണ്ട് പൈസ കൊടുക്കാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിച്ചത്. ഈ 1 കോടി രൂപയ്ക്ക് അധികം മേടിച്ചു വെച്ചല്ലോ. കോൺഗ്രസ് പിരിച്ചതിന് കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈ പറയുന്ന പൈസയാണ് ഈ പറയുന്ന അക്കൗണ്ടിൽ കിടക്കുന്നത്. ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എവിടെ ഉപയോഗിച്ചു എന്ന് അറിയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെ പൈസ മാത്രമല്ല, അതൊരു ഏതാ വലുത് ചെറുതെന്നല്ല. 1 രൂപ. ഇതൊരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷമാണെങ്കിൽ, ഒരു പാർട്ടിയാണെങ്കിൽ, അടുത്ത അധികാരം വേണമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. ഈ പാർട്ടി പിടിച്ച പൈസ എന്താ ചെയ്തതെന്നാ ജനങ്ങൾ എവിടെയാ കിട്ടിയത്, എത്ര കിട്ടി, ആര് മേടിച്ചു, എങ്ങനെ മേടിച്ചു, എന്തിനു ഉപയോഗിച്ചു, ഒന്ന് പറ. ഒന്നും പറയുന്നില്ല. ആകെ യൂത്ത് കോൺഗ്രസിന് 30 ജനങ്ങൾക്ക് കാണിച്ചിരുന്നേ. ഇതെന്താ കൊള്ളയടിയാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റ് അല്ല. ഇതെന്താ കൊള്ളയടിയാണോ? പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ആ ജോയിന്റ് അക്കൗണ്ടിൽ വരുന്ന പൈസ ഇല്ല. അല്ലാതെ സാറ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 773 കോടി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ തിരക്ക് കഴിഞ്ഞു. ജനങ്ങളുടെ പൈസയാണ്, അത് ജനങ്ങളുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അത് ജനങ്ങളുടെ പൈസ നുണകൾ പൊളിയുമോ എന്നാണ് ചോദ്യം. നുണകൾ പൊളിയണം എന്നുള്ളതാണ്. അത് ആര് പറയുന്ന നുണയാണ് എങ്കിലും പൊളിയണം എന്നുള്ളതാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രാഷ്ട്രീയങ്ങൾ, അത് CPM-ന്റെ രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ആണെങ്കിലും, നിങ്ങളുടെ അന്നത്തെ നേതാവിന് നുണേശൻ എന്നൊരു പേരുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ അന്നത്തെ നേതാവിന് നുണറായി എന്നൊരു പേരുണ്ടായിരുന്നില്ലേ എന്ന് അന്നത്തെ ജനറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ടി വരുന്നത് പരിതാപകരമായ ദയനീയമായ ഒരു രാഷ്ട്രീയാവസ്ഥയായിരിക്കും. ശരിയാണ്, കേരള രാഷ്ട്രീയം അസംബന്ധ നാടകം എന്നൊക്കെ പുസ്തകത്തിന് തലക്കെട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും എല്ലാ ജനറേഷനും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകരുത് എന്ന് എനിക്ക് വളരെ അധികമായ ആഗ്രഹമുണ്ട്. നോക്കൂ, SDPയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് ഞാൻ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത്. SDPയുമായി ബന്ധപ്പെട്ട് SDPയുടെ വോട്ടുമായി ബന്ധപ്പെട്ട്, മങ്കടയിലെ അടക്കം വോട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 2 ദിവസവും ക്ഷുഭിതനായ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ശരിയാണ്, ആളുകൾ ക്ഷുഭിതരാകും ചിലപ്പോൾ. അതിപ്പോൾ പിണറായി വിജയൻ ക്ഷുഭിതനാകാറുണ്ട്, ഗോവിന്ദൻ മാഷ് ക്ഷുഭിതനാകാറുണ്ട്,
VD സതീശൻ ക്ഷുഭിതനാകാറുണ്ട്, ഇതൊക്കെയുണ്ട്, ശരിയാണ്. പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസവും ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ, നിങ്ങൾ വിഷമം വെച്ചുകൊണ്ട് നടന്നോളൂ, നിങ്ങൾക്ക് വിഷമമുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും വേണമെങ്കിൽ പറയാം. ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയുകയും ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ എന്നുള്ളതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം. പക്ഷേ ഇന്ന് MA ബേബിയുടെ പ്രതികരണം കണ്ടപ്പോൾ ഞാൻ സത്യമായും നിങ്ങളിൽ ചിലരെ ആലോചിച്ചു കേട്ടോ. കാരണം ഇന്നലെ ഈ കുന്നത്ത് മുഹമ്മദിന്റെ കാര്യവും ജയാനന്ദയുടെ കാര്യവും ഒക്കെ ചോദിച്ചപ്പോൾ SDPയുടെ വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞില്ലേ അതിനപ്പുറത്തൊരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കാവ്യനീതി പോലെ ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ അതിനപ്പുറത്തുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പുറത്തും സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. KC വേണുഗോപാലിനും ഈ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ VD സതീശൻ എന്ന് പറഞ്ഞൊരു കാര്യം, SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ശരിയാണ്, സംസ്ഥാന വ്യാപകമായ ഒരു ഫൈറ്റ് നടക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവനവന് വേണ്ടിടത്തും അവനവന് വേണ്ടാത്തയിടത്തും വേണമെന്നും പറയാനും അറിയാം, വേണ്ട എന്ന് പറയാനും അറിയാം, ഒന്നും പറയാതെ ഇരിക്കാനും അറിയാം എന്നുള്ള നിലയിലേക്ക് നിലപാട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. നിലപാടുകളുടെ രാജകുമാരനാണ് ഞാനെന്നും നിലപാട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതേയുള്ളൂ എന്നുമുള്ള അവകാശവാദം തരാതരം ഉന്നയിക്കാതിരുന്നാൽ മതി. ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ പറയുന്ന അഴകുടമ്പൻ നിലപാട് രണ്ട് ഭാഗത്തുമുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നിടത്താണ് നമുക്ക് രാഷ്ട്രീയമായ ചേരിയുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, വീടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വയനാട്ടിലെ വീട് അവിടെ നിർമ്മാണം പുരോഗമിക്കുകയല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നുണയാണോ എന്നുള്ളതല്ലേ ചോദ്യം. അത് അസത്യമാണ്, അല്ലെങ്കിൽ അത് വസ്തുതാപരമായ ഒരു കാര്യമല്ല. അവിടെ ഒരു അന്നിട്ടുപോയ കല്ലിനപ്പുറത്ത് നിലം നികത്തി എന്നതിനപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അവിടെ പോയിട്ടുണ്ട്, ക്യാമറയുമായി പോയിട്ടുണ്ട്, ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ഒന്നും നടന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ല എന്നാണ് നിലപാടെങ്കിൽ ആ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്, വസ്തുതാപരമായ കാര്യങ്ങൾ പറയേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പണി നടക്കാത്തയിടത്ത് പണി നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വസ്തുതാപരമായ കാര്യമല്ല. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുന്നത് വയനാട് വീടുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് കോൺഗ്രസ് പരിഹാസം കേൾക്കുന്നു എന്നയിടത്താണ്, വീണ്ടും ആ പരിഹാസത്തിന് പാത്രമായി എന്നയിടത്താണ്. പിന്നെ ഈ അതുകൊണ്ട് മാത്രമല്ല അസത്യമായ പണം അവരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ശരി, അതുകൊണ്ട് ഈ കാര്യം ഇല്ലാതാവുന്നില്ല, അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ഈ കാര്യം ഇല്ലാതാവുന്നില്ലല്ലോ, അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എന്നാണ് ഞാനും പറയുന്നത്. ഇനി ഈ അസത്യം പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇപ്പം RSSുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ വാദമുണ്ടായിരുന്നു. അപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയും ഖർഗെയും ഇവിടെ വന്ന് സംസാരിച്ചു പോയതിനു ശേഷം മുഖ്യമന്ത്രി ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അതിൽ വസ്തുതാപരമായ പിശകുണ്ടായിരുന്നു. അത് 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ആ വോട്ട് ചോദിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി വെച്ചു. വസ്തുതയാണോ? അല്ല, ഡിസംബറിലാണ്. യെസ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബറിലാണ്. പക്ഷേ ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലാണ്. ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിസംബർ 31 തീയതിയാണ്. എങ്ങനെയാണ് വോട്ട് ചോദിച്ചു പോയതാവുക? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നിയമസഭയിലേക്ക് രണ്ടാമത് തെരഞ്ഞെടുക്കുന്ന ഒരാളുടെ രാഷ്ട്രീയമായ ഒരു വിജയത്തെ RSSന്റെ പിന്തുണ എന്ന നിലയ്ക്ക് വില കുറച്ച് കാണിക്കാനുള്ള ബോധപൂർവമായതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അബദ്ധം എന്ന നിലയ്ക്കോ അങ്ങനെ ഒരു പരാമർശമുണ്ടായി. നുണ എന്ന് വിളിച്ചാൽ പൊറുക്കുമോ? വസ്തുതാപരമല്ലാത്ത കാര്യമാണല്ലോ. കള്ളം പറഞ്ഞാൽ കള്ളം എന്ന് തന്നെ പറയണ്ടേ, നുണ എന്ന് തന്നെ പറയണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നുണ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഇപ്പോൾ പിണറായി വിജയൻ ഒന്ന് തെറ്റിപ്പോയതായിരിക്കാം, ഒരു ഒറ്റ മിനിറ്റ്, പിണറായി വിജയൻ ഒന്ന് തെറ്റിപ്പോയതായിരിക്കാം, പ്രായമായൊരു ആളല്ലേ, നേതാവല്ലേ, എല്ലാ കാര്യങ്ങളും ഇത്രയും മുമ്പത്തെ കാലം ഓർമ്മയുണ്ടാകുമോ എന്നൊരു പ്രിവിലേജ് കൊടുക്കാൻ തയ്യാറാകുമോ? ആ പ്രശ്നം പറയും. അല്ല, എന്താ പ്രശ്നം എന്നറിയോ? ആ പറയുന്ന 100% അസത്യ കാര്യമല്ലല്ലോ. ഈ പറഞ്ഞ ഈ ഡേറ്റിന്റെ പിശകെന്ന് പറയാ. മറ്റതെന്താണ്? ഈ പറഞ്ഞ തിരി തെളിച്ചതും ഈ പറഞ്ഞ ഗോവാത്കറുടെ മുന്നിൽ പോയതും ഈ പരിപാടിയിൽ പങ്കെടുത്തതും എല്ലാം അവിടെ ഉള്ളതല്ലേ? എന്തായിരുന്നു എന്നാണ് ആരോപണം? ഞാൻ പറയുന്നത് ഇത് അത് വസ്തുതാപരമായ പിശകെന്ന് പറയാം. അല്ല, ആ കാര്യം വസ്തുതാപരമായ പിശകെന്ന് പറയാം. ഡേറ്റ് മാറിപ്പോയതും ഈ കാര്യങ്ങൾ നുണ പറയുന്നത് രണ്ടിനായിരുന്നു എന്നാണ് ആരോപണം. എന്തിനു വേണ്ടിയായിരുന്നു? RSSുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് പറയുന്നത്? RSSുമായി കോൺഗ്രസ് എങ്ങനെയാണ്? ഫേസ്ബുക്ക് പോസ്റ്റ് വരാനുള്ള കാരണം എന്താ?
ഫേസ്ബുക്ക് അത് ഞാൻ പറഞ്ഞു അതാ, ഞാൻ പറഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞത്. അത് ആവർത്തന കോൺഗ്രസ് വലിയ താല്പര്യമില്ല. ആർഎസ്എസുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ എന്തിനായിരുന്നു വേണ്ടിയിട്ടാണ്. എന്നാണ് ആരോപണം. അല്ല, അതാണ്. എന്തിനായിരുന്നു എന്തുകൊണ്ടാണ് പോസ്റ്റ് എന്നാണ് ആരോപണം. ഞാൻ എന്തുകൊണ്ടാണ് 10, 15 തവണ ചോദിക്കാൻ അല്ല, തയ്യാറാണ്. എന്തുകൊണ്ടാണ് എന്തിനായിരുന്നു എന്നാണ് ആരോപണം. അതന്നെ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്? എന്തിനായിരുന്നു എന്നാണ് ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്? എന്തിനായിരുന്നു എന്നാണ് ആരോപണം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ RSSന്റെ പിന്തുണ വാങ്ങാനായിരുന്നു എന്നാണ് ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ആദ്യവുമല്ല 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാൾ അവിടെ പോയി നിന്നത് RSSന്റെ പിന്തുണ വാങ്ങാനായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളത് ഞാൻ കള്ളമെന്നോ നുണയെന്നോ പറയില്ല, വസ്തുതാപരമായ പിശകാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നോക്കൂ, ഈ ഡീലുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, ചില കാര്യങ്ങളിൽ വസ്തുതാപരമായ പിശക് ഈ VD സതീശനും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ വസ്തുതാപരമല്ലാതെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ എണ്ണമിട്ട് പറയുന്ന LDF ഹാൻഡിലുകളുണ്ട്. അത് 1, 2, 3 ഇപ്പോൾ 4ാമത്തേതാണ് ഓടുന്നത്. നോക്കൂ, നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ യാത്ര വരികയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ DYFIയുടെ അണികളുടെ ഭാഗത്ത് ചെടിച്ചട്ടി എടുത്ത് കരണമടിച്ച് പൊളിച്ചിട്ടുണ്ട്. തലയിൽ തുന്നിക്കെട്ടലുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിനെ എന്താണ് വിശേഷിപ്പിച്ചത്? രക്ഷാപ്രവർത്തനം എന്നാണ്. രക്ഷാപ്രവർത്തനമാണോ നടത്തിയത്? സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ DYFIയെ പോലീസിന് പുറത്തേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെന്തായിരുന്നു? വസ്തുതാപരമായ പ്രയോഗമായിരുന്നോ? അല്ല, ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിശ്വസിക്കാം. കാണാത്തൊരു കാര്യം രക്ഷാപ്രവർത്തനമാണെന്ന് എങ്ങനെ പറയും? ഒന്നുകിൽ ഞാൻ കണ്ടു അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ കണ്ടു അത് തെറ്റാണ് എന്ന് പറയണം. ഞാൻ കണ്ടില്ല അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് പോവോ? മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. അതായത് എന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് ഞാൻ വാഹനം കണ്ടില്ല എന്ന് പറയുന്നത് ആലപ്പുഴയിലെ യാത്രയാണ്. ആലപ്പുഴയിലെ കേസിനെ കുറിച്ചിട്ടാണ്. കണ്ണൂർ കേസുള്ളവർ കണ്ടു തന്നെയാണ് പറയുന്നത്. ആലപ്പുഴയിലെ കേസ് ചെടിച്ചട്ടി ആക്രമണം രണ്ട് വസ്തുത തെറ്റല്ലേ? ചെടിച്ചട്ടി ആരോപണം കണ്ണൂരാണ്. ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പറയാം. എനിക്ക് അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പറയാൻ ഉറച്ചിട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇനി വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ വീടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം പേരാവൂരിൽ മത്സരിക്കുന്ന സണ്ണി ജോസഫും VD സതീശനും എല്ലാം അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്ത് ഒന്നുകിൽ അത് തെരഞ്ഞെടുപ്പ് കേസാവും, അല്ലെങ്കിൽ ഈ പണം ഞങ്ങളുടെ അക്കൗണ്ടിലില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നത് പ്രധാനമാണ്. പക്ഷേ ഈ വീടുകൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് നോക്കൂ, 178 വീടുകൾ കൈമാറി അല്ലേ ആദ്യമായി. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊടുക്കുന്ന വീടല്ല. സ്വാഭാവികമായും ആ വീടുകൾ മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷമേ അതിൻ്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുമിച്ച് ജലവിതരണം സാധ്യമാകുന്ന തരത്തിലുള്ള ടാങ്ക് പൂർത്തീകരിക്കാനുണ്ട്, ഈ അവിടെ ട്രാൻസ്ഫോമർ അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ള റോഡ് അടിസ്ഥാന സൗകര്യമാണല്ലോ, റോഡ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, മതിൽ കെട്ടിത്തിരിക്കേണ്ടതുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഈ വീടുകൾ കൊടുക്കുന്നുണ്ട്. ലീഗിൻ്റെ വീടുകൾ കൈമാറി, ഒരുമിച്ചുള്ള വീടുകളായിരുന്നു അല്ലേ? ആ വീടുകൾ എങ്ങനെയാണ് കൈമാറിയത്? പൂർണ്ണമായും പണി പൂർത്തിയാക്കിയിട്ടല്ലേ? അപ്പോൾ അങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ വീടുകൾ അവർ പ്രഖ്യാപിച്ചതുപോലെ ഇതുവരെയും പൂർത്തീകരിച്ചില്ല. VD സതീശൻ വായുവിൽ എഴുതി കൂട്ടിയതുപോലെ 300 വീട് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ച് 1 അതിന് മുമ്പ് ഒരു ദിവസം പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആദ്യം മാർച്ച് 1 എന്നല്ലല്ലോ പറഞ്ഞത്, അതിന് മുമ്പ് ഒരു ദിവസം പ്രഖ്യാപിച്ചിരുന്നില്ലേ? ആ ദിവസം വീട് കൊടുത്തില്ല. കാരണം എന്താ? അതുമായി ബന്ധപ്പെട്ട് ചില പണികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുകയും 178 വീടുകളുടെ താക്കോൽ കൈമാറുകയും ചെയ്തു. ആ വീടുകൾ സെലക്ട് ചെയ്യാൻ അതിനു മുൻപൊരു നറുക്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കൂ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഓണറിൽ നിന്ന് ആ പരിപാടി വീക്ഷിച്ചതും ആ ചടങ്ങുകൾ കണ്ടതും. വളരെ വികാരപരമായ അന്തരീക്ഷത്തിൽ മനുഷ്യർ നിൽക്കുന്നതും ഒക്കെ കണ്ടത് ശരിയാണ്. പക്ഷേ അവിടെ അത് പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോഴും അവിടെ മനുഷ്യർക്ക് താമസയോഗ്യമായിട്ടില്ല എന്നതിൽ തർക്കമുണ്ടോ? മനുഷ്യരോട് താമസയോഗ്യമായിട്ടില്ല എന്നതിൽ തർക്കമുണ്ടോ? അവിടുത്തെ ഈ 178 വീട് കിട്ടിയ മനുഷ്യരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധുവിന് ഞാൻ വെല്ലുവിളിക്കാം. മാധു, ആ 178 പേരിൽ ഒരാളെ കൊണ്ട് മാധു ഈ പറയുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്താം. ഒരാളെ കൊണ്ട് 178 ആളെ കൊണ്ട് പറയാം. 178 എന്ത്
ഒരു പ്രസ്ഥാനം ഇത് ഞാൻ ലീഗിനെ കുറച്ച് കണ്ടോട്ടല്ല പറയുന്നത് കേട്ടോ. ലീഗിന്റെ 30 വീട് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലത്താ? ഈ ഒരു 5-5.5 ഏക്കർ സ്ഥലത്ത് എന്താണ് പറയേണ്ടത്? എന്താണ് അവരെ കൊണ്ട് പറയിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് പറയിക്കണമെന്ന് അറിയോ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ 178 വീട് അവരുടെ കയ്യിൽ കിട്ടിയല്ലോ. ഞങ്ങൾ ഇത് ഈ സർക്കാർ ഇത് ചെയ്തത് എന്തോ വലിയ അപരാധമാണ് എന്ന് നിലയ്ക്കാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെയാണെന്ന്. ഒരു ദിവസം 2 ദിവസം അവർക്കാണ് ബാധിക്കുന്നത്. ദുരന്തബാധിതമായ ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ടോ? സർക്കാർ അവിടെ ചെയ്തത് അപരാധമാണെന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞെന്ന് സാറിത ഇപ്പൊ റിവെന്റ് അടിച്ചു. ഞാൻ ഈ പണിയോടെ നിർത്താം കേട്ടോ. എന്താ പറയുക? സർക്കാർ വീട് കൊടുത്തത് അപരാധമാണെന്ന്. അല്ല, അപരാധമല്ല. ഈ പറഞ്ഞു വരുന്നത് ധ്വനിയാ പറയുന്നത്. മാധുവിന്റെ വാക്കുകൾ ആ പറയുന്നത് ധ്വനിയാണ് പറയുന്നത്. ആ ധ്വനി എന്താണ്? ഒരു ധ്വനി എന്താ? ഡയറക്റ്റ് പറയുന്നല്ലോ, ഇൻഡയറക്റ്റ് പറഞ്ഞാൽ ധ്വനിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ല, അപ്പൊ താമസയോഗ്യമല്ലാത്ത വീടുകളാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആളുകൾ താമസിക്കാത്തത്. എങ്കിൽ അങ്ങനെയല്ല പണിത് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ് കേട്ടോ. എന്റെ അഭിപ്രായമാണ്. ഇനി SDP-യെ സംബന്ധിച്ച് അതൊരു തീവ്രവാദി പ്രസ്ഥാനമാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. നോക്കൂ, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസ് SDP-യുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ആരോപണം ഇപ്പോഴുമുണ്ട്. ഇനി VD സതീശൻ പറഞ്ഞു SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. ഇനി പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ തന്നെ എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,838 വോട്ടിന് ജയിച്ചു കളയും എന്നൊന്നും പറഞ്ഞല്ല പ്രചാരണം തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ SDP-യുടെ വോട്ട് നിർണായകമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അതിനെ നിരാകരിക്കാതിരുന്നത്. പിന്നീട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ആ നിലപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്തത്. എനിക്ക് പറയാനുള്ളത്. വെൽക്കം ബാക്ക്. ഒട്ടേറെ വിഷയങ്ങളിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ നമ്മുടെ റേഡിയോ ഉണ്ടായിരുന്ന കാലത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ദൂരദർശൻ ഉണ്ടായിരുന്ന കാലത്തുമുള്ള തിരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ ഈ ആധുനിക കാലത്ത് വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന നുണകളെ പൊളിച്ച് കളയുന്ന ദൃശ്യങ്ങളും. ഓരോ മനുഷ്യനും ഓരോ നിമിഷവും ഏതെങ്കിലുമൊക്കെ ക്യാമറ ഫ്രെയിമിൻ്റെ മുന്നിലാണ്. ഓരോ മനുഷ്യനും ബ്രോഡ്കാസ്റ്ററായി മാറിയ കാലത്ത് ആണ് താൻ സംസാരിക്കുന്നത് എന്ന ബോധ്യം പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതേപോലെ വലിയ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. ഒന്നും രണ്ടുമാണോ? എത്ര എണ്ണമാണ്? ഒരു വിഷയത്തിൽ തന്നെ എത്ര വാസ്തവ മായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ വിഷയം മാത്രം എടുക്കാം. നമ്മളുടെ ഈ വയനാട് വിഷയം മാത്രം എടുക്കാം. വയനാട് വിഷയത്തിൽ ചുരുങ്ങിയത് 4 പ്രധാനപ്പെട്ട വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കോൺഗ്രസ് വൈകിയത് സർക്കാർ ഭൂമി കൊടുക്കില്ല എന്നറിയിക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ. എന്നിട്ട് ആർക്കും ഈ പാനലിൽ ഇരിക്കുന്നവർക്കൊന്നും അതിനകത്ത് യാതൊരു തർക്കമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരി, എന്നാൽ ഞാൻ 2 യോഗങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, 29/8/2014 കൂടിയ സർവകക്ഷി യോഗം. ആ സർവകക്ഷി യോഗത്തിൻ്റെ മിനിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ മിനിറ്റ്സിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ഇതേപോലെ ടൗൺഷിപ്പിന് പുറത്ത് വേണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. സർവകക്ഷി യോഗത്തിലായിരിക്കുമല്ലോ ഇത് രേഖാമൂലം ഉന്നയിക്കേണ്ടത്. ഇനി അത് പോകട്ടെ, സർവകക്ഷി യോഗത്തിലല്ലെന്ന് കരുതുക. 1/1/2025 4/1/2025 2 ദിവസങ്ങളിലായി സ്പോൺസർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. 22 പേർ അതിൽ പങ്കെടുത്തു. 100-ലധികം വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന പുനരധിവാസത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഒരു പോയിന്റ്. 2, 30 ലക്ഷം എന്ന് പറഞ്ഞത് 15 ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന് പുറത്തേക്ക് കോൺഗ്രസിന് വീട് നൽകണമെന്നോ വീട് നൽകേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മിനിറ്റ്സിലില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന ഈ 3 രേഖകളിലും സർവകക്ഷി യോഗത്തിൻ്റെ മിനിറ്റ്സിലും 1/1/2025 4/1/2025 സ്പോൺസർമാരുടെ യോഗത്തിലും പ്രതിപക്ഷ നേതാവോ പാർട്ടിയോ അങ്ങനൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ രേഖാമൂലം ഒരു അപേക്ഷ എത്തിയിട്ടില്ല.
അപ്പോൾ പിന്നെ സർക്കാരിനോട് ചോദിക്കാത്തൊരു കാര്യം, സർക്കാർ നേരത്തെ തന്നെ അവിടെയുള്ള ഭൂമി ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നത് വിലവാങ്ങിയാണ് എന്ന് പറയുന്ന കാര്യം, ടൗൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യം ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനമായ കാര്യം മറച്ചുവെച്ച് സർക്കാരിൽ നിന്ന് ഭൂമി ലഭിക്കുന്നതിന് ഉള്ള കാലതാമസമാണ് ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ വൈകിയത് എന്ന് പറയുന്നത് ആദ്യത്തെ വാസ്തവവിരുദ്ധമായ കാര്യം. ഇതിനെ ഞാൻ നുണയെന്ന് വിളിച്ചാക്ഷേപിക്കുന്നില്ല, വാസ്തവവിരുദ്ധമായ കാര്യം ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ആ വാചകത്തിൽ അങ്ങനെയാണ് പറയുന്നത്, അവിടെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ഞങ്ങളുടെ ക്യാമറമാൻമാർ അവിടെ പോയി നോക്കിയപ്പോൾ കണ്ട ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തിയതാണ്. അവിടെ ഒരു പണിയും, ആ കല്ലിന്മേൽ ഒരു കല്ല് കയറ്റിവെക്കുന്ന ഒരു പണിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച്, കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അവിടെ അതാത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് പെർമിറ്റ് വേണം. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ടൗൺ പ്ലാനിംഗ് ഓഫീസർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം മേപ്പാടി പഞ്ചായത്തിൽ 19/3/2026 വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന പേരിൽ പെർമിറ്റിന് അപേക്ഷകളൊന്നും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മേപ്പാടി പഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന അപേക്ഷ പോലും നൽകിയിട്ടില്ല. അപേക്ഷ നൽകാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പണി തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ വാസ്തവവിരുദ്ധമായ ഇതിലെ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി തുടങ്ങി അതിനുശേഷം ഇത് ആന വരാത്തൊരു ഭൂമിയാണ്, ആന വരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്ന് വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു അയൽവാസി നമ്മുടെ ക്യാമറയിൽ പറഞ്ഞെന്താ, 2 ആഴ്ച മുമ്പ് 2 ആന ഇറങ്ങി അവിടെ കവുങ്ങും ഈ മരങ്ങളും ഒക്കെ അവിടെ കുത്തിയിട്ടിട്ട് പോയി എന്നുള്ളതാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല, തൊട്ടടുത്ത് ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനശല്യമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് അവിടെ ആ വീടിനോട് ആ സ്ഥലത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യം നമ്മുടെ മുന്നിൽ ഒരു ഒറ്റ വിഷയത്തിൽ 4 വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനോട് ആർക്കും വിയോജിപ്പുണ്ടാവില്ലല്ലോ. ഇതിനെ എങ്ങനെയാണ് പൊളിക്കുക? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിമിഷ നേരം കൊണ്ട് 24 മണിക്കൂർ പോലും ആയുസില്ലാത്ത വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, അത് നുണയെന്നൊരു വിഭാഗം പറയുന്നു. കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട നേതാവ് പിന്മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പണ്ട് നേതാവ് ഒരു പ്രസ്താവന നടത്തിപ്പോയാൽ ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്ക് മാസങ്ങളെടുക്കും. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കൈയോടെ ചൂടോടുകൂടി അതെല്ലാം പൊളിച്ചു കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പറ്റുന്നില്ല. ഇനി സർക്കാരിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ 178 വീടുകൾ കൈമാറിയത് ഈ സർക്കാർ അവരുടെ ഏകദേശം 90-95% പൂർത്തിയായെന്ന് എന്നോട് അവിടുത്തെ ആളുകൾ തന്നെയാണ് പറയുന്നത്. അവരെല്ലാവരും അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയ ആൾക്കാരാണ്. അവരിപ്പോഴും ഈ മാസവും അവർക്ക് അവരുടെ വാടക കിട്ടിയിട്ടുണ്ട്, അവരുടെ ചെലവിനുള്ള പണം കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, അവരേറെ കാത്തിരിക്കുന്നത് അവരുടെ ഫർണിച്ചറിനുള്ള 1 ലക്ഷം രൂപയും കിട്ടാൻ പോകുന്നു. അവർക്ക് ആകെ ഇതിനകത്തൊരേ ഒരു പരാതി, അവരുടെ മൈക്രോ ക്രെഡിറ്റ് പ്രകാരം അവർക്ക് കിട്ടേണ്ട 2 ലക്ഷം രൂപ അതുകൂടി ഇനിയിപ്പോൾ കൊടുക്കാൻ പോവാണ്. 2 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പദ്ധതി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏകദേശം 1 കോടിയിൽ പരം വിലമതിക്കുന്ന രീതിയിലുള്ള സ്ഥലവും വീടും അടക്കമുള്ള കാര്യങ്ങൾ, 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ, ഇത് കൂടാതെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി കൂടി സർക്കാർ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ കൊടുക്കുന്നു എന്നുള്ളതാണ്. മാതൃകാപരമായൊരു പദ്ധതിയെ കരിവാരി തേച്ച് കാണിക്കാൻ എത്ര ആരോപണം ഉയർത്തിയാലും കഴിയില്ല. ഇതാണ് അതിലെ വാസ്തവം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആന്റോ അഗസ്റ്റിൻ, നുണകൾ പൊളിയുന്നു. നുണകൾ ഓരോ ദിവസം കൂടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്താണ് വയനാടിനെ സംബന്ധിച്ച്, ഞാൻ വയനാട്ടിലെ കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം? വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, ഞാൻ എൻ്റെ ജനിച്ച കാലം തുടങ്ങി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടുത്തെ ഒരു സത്യാവസ്ഥ എന്താണ്, നിങ്ങൾ ആര് പറയുന്നതിനേക്കാളും ക്ലാരിറ്റി എനിക്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? അരുൺ സാർ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് ആന വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ, ആന വരില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ് എന്ന് പറയുകയാണ്. സാറേ, അവിടെ മെയിൻ റോഡിലാണ് ആനയുള്ളത്, അവിടെ എല്ലാ സ്ഥലത്തും ആനയുണ്ട്. ആനയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഏരിയയിലൊക്കെ മുഴുവൻ ആനയുണ്ട്. ആന വരാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് വിട്ടിട്ടുണ്ട്. അവിടെ ആനയും പന്നിയും കുരങ്ങിനൊന്നും ഒരു പഞ്ഞമില്ല. അവിടെ ഇഷ്ടംപോലെ അത് വരുന്നുണ്ട്, അത് എല്ലാ സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയായിരുന്നു, ആനയില്ലാത്ത സ്ഥലം കിട്ടണ്ടേ എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതിനേക്കാളും പ്രശ്നം എന്താണ്, നിങ്ങൾ ആന വരുന്നില്ല, ആന വരാത്ത സ്ഥലത്ത് ആന വരുന്നുണ്ടെന്ന് പ്രചരിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയൊരു പെരുന്നുണയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്,
KPCC അധ്യക്ഷൻ്റെയും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ പണം ഇട്ടു എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കേണ്ടി വന്നത്? അത് എടുക്കേണ്ടി വന്നത് അന്നത്തെ KPCC പ്രസിഡൻ്റായ സുധാകരൻ പറയുന്നു, ഈ പറയുന്ന സർക്കാരിൻ്റെ കയ്യിലോ പാർട്ടിയുടേതായ സിസ്റ്റം ഉള്ളതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിലോ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലോ ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല, പാർട്ടിയുടേതായ സിസ്റ്റത്തിൽ വീട് പണിതോളാം. അപ്പോൾ ഈ അനുഭവമുള്ളവരെല്ലാം പാർട്ടി അക്കൗണ്ടിൽ പൈസ ഇടണമെന്ന് പറയും. അതിനുവേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ പൈസ മേടിച്ചത് ഈ പ്രതിപക്ഷ നേതാവും അന്നത്തെ KPCC പ്രസിഡൻറ്റുമാണ്. അവരാണ് പറഞ്ഞത് എന്ത്, ഏകദേശം 400 വീടോളം വയനാട്ടിൽ പണിയേണ്ടി വരും, അതിനകത്ത് 100 വീടുകൾ ഞങ്ങൾ പണിതോളാം, 30 വീട് യൂത്ത് കോൺഗ്രസ് പണിതോടാം എന്ന് പറഞ്ഞതാണ്. അത് അവർ തന്നെ പറഞ്ഞാൽ അവരില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അതെല്ലാം കുറച്ച് എല്ലാം കൂടി 100 വീടാക്കി. അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ 2.5 ഏക്കർ സ്ഥലമേ വാങ്ങിയിട്ടുള്ളൂ. 2.5 ഏക്കർ സ്ഥലത്ത് 7 സെൻറ്റ് സ്ഥലം വെച്ച് എത്ര വീട് പണിയാൻ പറ്റും? അത് ഞാൻ പറയുന്നത് ഈ 30 വീട് പോലും അവിടെ പണിയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് കഴിയാൻ കഴിയത്തില്ല? ഈ പറഞ്ഞ ലേ ഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴികൾ കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 10-20 വീടേ പണിയാൻ കഴിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് വീട് പണിയണിൽ ആദ്യം എന്ത് ചെയ്യണം? അത്രയും വലിയൊരു പ്രൊജക്റ്റ് അല്ലേ, ആ പ്രൊജക്റ്റിന് ടൗൺ പ്ലാനിങ് പഞ്ചായത്തിൽ കൊടുക്കണം, പഞ്ചായത്ത് ടൗൺ പ്ലാനിങ്ങിൽ പോകണം, ടൗൺ പ്ലാനിങ് തിരുവനന്തപുരത്ത് പോയി പാസ്സായി വന്നാൽ മാത്രമേ ആ പ്രൊജക്റ്റ് മുന്നോട്ട് പോവുള്ളൂ. അത് ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്ന കമ്പനിയോടൊന്ന് ചോദിച്ചാൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും അങ്ങനെ ഒരു സംവിധാനം മൂവ് ചെയ്തിട്ട് അതിന് പ്ലാൻ പോലും വരച്ചിട്ടില്ല. എന്നിട്ട് അവർ പറയുകയാണ് അവിടെ തറക്കല്ലിട്ടു. എന്തിനാപ്പാ ഇങ്ങനെ പറയുന്നത്? അവിടെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾ തറക്കല്ലിട്ടു, ഞങ്ങൾ ഉടനെ പണിത് കൊടുക്കും, ഞങ്ങൾ പാർട്ടി പറയുന്ന വാക്കല്ലേ എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ പോരെ? അത് പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെതായ പണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇത്ര പണമാണുള്ളത്, ഞങ്ങളുടെ KPCC അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പണം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. എന്തിനാണ് നുണ പറയുന്നത്? ഇതുകൊണ്ടല്ലേ ആൾക്കാർ നുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ കൺമുൻപിൽ കാണുന്ന കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങൾ അവിടെ മെറ്റൽ ഇറക്കിയിട്ടത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മെറ്റൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കി ഇറക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്, അതിൽ റോഡ് പണിയാൻ വേണ്ടി സർക്കാർ ഇറക്കിയിട്ട മെറ്റലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ അവിടെ റോഡ് പണിക്കാൻ ഇറക്കിയിട്ട മെറ്റലിനെ കുറിച്ച് പറയാണ്, അവിടെ മെറ്റൽ ഇറക്കിയിട്ടത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്! 1 രൂപയുടെ ഒരു മെറ്റൽ കഷ്ടപ്പോൾ ആകെ അവിടെ കല്ലിട്ടു. ശരി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് കല്ലിട്ടു, അത് ശരിയാണ്. നിങ്ങൾ ആ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ ആ ലീഗുകാരെങ്കിലും ഒന്ന് കണ്ടു പഠിക്കപ്പാ. ഒരു 30 വീട് അവരവിടെ പോയി അവർ സർക്കാരിൽ തന്നെയല്ലേ ആപ്ലിക്കേഷൻ കൊടുത്തത്, അവർ സർക്കാരിൽ തന്നെയല്ലേ പ്ലാൻ കൊടുത്തത്, ആ പ്ലാനൊക്കെ പാസ്സാക്കി കൊടുത്തതും സർക്കാർ തന്നെയല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അവിടെ അത് തോട്ടഭൂമിയാണെന്നും അവിടെ വീട് പണിയാൻ കഴിയില്ല എന്ന് വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഇടപെട്ടത് രാജ് മിനിസ്റ്റർ തന്നെയല്ലേ, റവന്യൂ മന്ത്രി തന്നെയല്ലേ, അത് ശരിയാക്കി കൊടുത്തില്ലേ? അത് ഇത്രയും ദിവസത്തിനുള്ളിൽ പൂർത്തിയായില്ലേ? എന്തൊരു കഷ്ടമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ കിടന്ന് ഉരുണ്ട് പരണ്ട് ഉള്ള കോൺഗ്രസ്സുകാരുടെ വില, അതിൽ പൈസ ഇട്ട കോൺഗ്രസ്സുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മര്യാദ വേണ്ടേന്നേ, എല്ലാ കാര്യത്തിലും ഒരു മര്യാദ വേണം. ഞാൻ ഈ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇതിനെ ന്യായീകരിക്കാൻ, ഇത്രയും വലിയൊരു പെരുന്നോണനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ് 175 വീട് കൊടുത്തതിനകത്ത് കറണ്ടില്ലല്ലോ, വെള്ളമില്ലല്ലോ എന്ന്. അതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ ഒരു 100 ഏക്കർ സ്ഥലം, 2.5 ഏക്കർ അല്ല, 100 ഏക്കർ സ്ഥലം തോട്ടഭൂമി എടുത്ത് അവിടെ ഒരു 100 ഏക്കർ സ്ഥലത്ത് തോട്ടഭൂമിയിൽ വഴി വെട്ടണമെങ്കിൽ എത്ര സമയം വേണം? ഇത് റോബോട്ടിക് ഒന്നല്ലല്ലോ ചെയ്യുന്നത്, മനുഷ്യന്മാർ തന്നെ സിസ്റ്റമാറ്റിക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അതിൻ്റെ 100 ഏക്കർ സ്ഥലത്തിൻ്റെ പ്ലാൻ വരയ്ക്കണം, ആ പ്ലാൻ വരച്ച് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് പാസ്സായി തിരിച്ചു വന്നതിന് ശേഷം റോഡ് വെട്ടി ഓരോ 8 സെൻറ്റ് തിരിച്ച് അതിൻ്റെ അകത്ത് വേണ്ട കറണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം, അതിൻ്റെ അകത്ത് ഡ്രെയിനേജ്, അതിന് വേണ്ട മതിൽ, ഇതെല്ലാം തിരിച്ച് 4 സോണുകളാക്കി അവിടെ വീട് പണിതിട്ട് ആ വീട് പണിത് വേണ്ട നമ്പർ ഇടണ്ടേ? ഈ നമ്പർ ഇട്ട് ഇലക്ട്രിസിറ്റി ബില്ല്, നമ്പർ ബില്ല്, കറണ്ട് ബില്ലിട്ട് ഓരോരുത്തർക്കും അവരുടെ അഡ്രസ്സ് അതിലേക്ക് മാറ്റി. കാരണം ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിച്ച് വന്ന ആൾക്കാരല്ല കേട്ടോ. ഒരു ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ പാവപ്പെട്ട ആൾക്കാർക്ക് ID കാർഡില്ല, അവരുടെ അഡ്രസ്സ് ഇല്ല, അവർക്കൊരു ഒരു രേഖകളും ഇല്ലാതിരിക്കുന്ന പാവങ്ങൾക്ക് ആ രേഖകൾ മുഴുവൻ റെഡിയാക്കി ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് 1 മാസത്തിനോ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ അവിടെ പഠിക്കുന്ന പല കുട്ടികൾക്ക് ഏത് സ്കൂളിൽ അഡ്രസ്സ് ചേർക്കണം, പുതിയ സ്കൂളിൽ ചേർക്കുന്നത്. കാരണം മേപ്പാടിയാണ്, ചൂരമലയിലാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. അവർ ആ കൽപ്പറ്റയുടെ ഈ വീടിനനുസരിച്ചുള്ള പല സ്കൂളുകൾ കൂടി അവിടെ അഡ്രസ്സ് വേണം അവർക്ക്. പല ആൾക്കാരുടെ അഡ്രസ്സ് വേണം, പല ആൾക്കാർ റേഷൻ കാർഡുകൾ വേണം, പല ആൾക്കാർ ID കാർഡുകൾ വേണം. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന മാത്രമായി കണക്കാക്കാൻ പാടില്ല. ഇത് മാത്രം കയറി താമസിച്ച് അതിനകത്ത് പാല് കാച്ചി അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ താമസിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പല സംവിധാനങ്ങൾക്കും അവർക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഏത് അഡ്രസ്സിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും? വാടക വീടിൻ്റെ അഡ്രസ്സിനോ? അതിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഒരു കുട്ടികളെ ചേർക്കുമ്പോൾ ഏത് അഡ്രസ്സ് കൊടുക്കും?
ഒരു SLC ബുക്ക് നഷ്ടപ്പെട്ടവനും ദുബായിൽ പോകേണ്ടവനും ഗൾഫിൽ പോകേണ്ടവനും പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏത് അഡ്രസ്സിലാണ് ജീവിക്കേണ്ടത്? അവർക്ക് അഡ്രസ്സ് വേണം. ആ അഡ്രസ്സാണ്, ഒരു മിനിറ്റ് സാർ, ആ അഡ്രസ്സാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ രണ്ട് കാര്യമുള്ളൂ. എന്താണ്? കുടിവെള്ളവും കറണ്ടും എത്തിയിട്ടില്ല. ശരി, അവൾ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. രാത്രി 12 മണിക്ക് മണിയെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന വിഷുവിന് മുന്നേ അത് ഈ രാത്രി 12 മണിക്ക് മണിയെടുക്കുകയാണ്. വിഷുവിന് മുൻപ് കയറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ന്യായീകരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ 100 വീടിൻ്റെ പൈസ 130 വീട് ഞങ്ങൾ പണി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് അക്കൗണ്ടിലിട്ടിട്ട് ആ പൈസ എടുത്തിട്ട് എവിടെ പോയി എന്ന് അറിയാതെ അവിടെ കിടന്ന് ഉരുണ്ട് വരേണ്ടപ്പോഴാണ് ഇതിനെ വെച്ച് ന്യായീകരിക്കുന്നത്. എന്ന് നിങ്ങൾ ഇത് 400 വീട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 750 കോടി രൂപ ഈ സർക്കാരിൻ്റെ അക്കൗണ്ട്. അത് സർക്കാരിൻ്റെ പൈസയല്ലല്ലോ, ജനങ്ങളിൽ നിന്ന് CMDRFിൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസയല്ലേ. അത് ഏത് ദുരിതാശ്വാസ നിധിയിൽ അവിടെ പൈസ ഉണ്ടാവുമല്ലോ. അടുത്ത ദുരിതം ഉണ്ടാവുള്ളൂ, മറ്റു ദുരിതം ഉണ്ടാകും വേണ്ടി ഈ ജനങ്ങൾ കൊടുത്ത പൈസ, അതായത് ആരും എടുത്ത് പുട്ടടിക്കുന്നൊന്നുമില്ലല്ലോ, അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. 400 വീട് പണിത് കൊടുക്കണ്ടല്ലോ. പറയാമായിരുന്നു കോൺഗ്രസിന്. എന്ത് പറയാം, ഈ 400 വീടല്ല അവിടെ ബാധിച്ചിട്ടുള്ളത്, 10-200 വീടും കൂടെ അവിടെ ബാധിച്ചിട്ടുണ്ട്. ആ പാവങ്ങളെയും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാക്കി അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയാം. അതൊരു ലോജിക്കായ സംസാരമാണ്. ആ ലോജിക്കായ സംസാരമെങ്കിൽ ഇനി ചെയ്യൂ. ദയവ് ചെയ്തിട്ട് ഈ വയനാട് പരിപാടി നിർത്തൂ. ദയവ് ചെയ്ത് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളൂ ഒറ്റ കാര്യമുള്ളൂ. KC വേണുഗോപാലാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം വൃത്തിയായി കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇന്നലെ 3 ദിവസമായിട്ട് ഈ ഇലക്ഷൻ പ്രചരണം നോക്കുമായിരുന്നു. അദ്ദേഹം പണ്ട് ചാണ്ടി ഉമ്മൻ ഓരോ വീട് കയറുന്നത് പോലെ ഓരോ വീടുകൾ കയറി ആ സർക്കാർ കോൺഗ്രസ് 5 പദ്ധതിയെ പ്രഖ്യാപിച്ചുള്ളൂ. ആ 5 പദ്ധതി ഓരോ വീട്ടിൽ ചെന്നിട്ടും വീട് കയറി ഇറങ്ങി ഇതാണ് നമ്മുടെ പദ്ധതി, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് KC വേണുഗോപാലോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിനൊരു എഞ്ചിനീയറെ കണ്ടെത്തി എന്താണ് നടക്കാൻ പോകുന്നത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ വയനാടിൻ്റെ വീട് പ്രശ്നം തീരും. കാരണം എന്തുകൊണ്ടറിയോ, അടുത്ത ജനങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു നല്ല സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആലോചിക്കാൻ ഇനി ആകെ 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസങ്ങൾക്ക് ഈ നുണപ്രചരണവും ഈ ഡീലും ഈ വീട് പറയാൻ മാത്രമല്ലല്ലോ, കാരണം ജനങ്ങൾക്ക് ബാധിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇനി ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. അതിനു മുമ്പ് ഇതിൻ്റെ റിസൾട്ട്. ചോദ്യം ഇതാണ്: നിലവിൽ നുണകൾ പൊളിയുമോ എന്നുള്ളതായിരുന്നു. 5 പേരുടെയും അഭിപ്രായം നുണകൾ പൊളിയും എന്ന് തന്നെയാണ്. Meet the editors.